ഹേ ഗൈസ്, ദിസ് ഈസ് ഷിനോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർട്ട് മാൾ ട്രിവാൻഡ്രത്താണ്. നമ്മളിന്നിവിടെ കൽക്കി കാണാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു ലൈവ് റിവ്യൂ പറയാം. ഓക്കെ, നമുക്ക് പോവാം. ഗൈസ്, അപ്പോൾ പടം ഇൻ്റർവെൽ ആയിട്ടുണ്ട്. ഇൻ്റർവെൽ വരെ നമുക്ക് ഇന്ത്യൻ സിനിമയിൽ ലൈക്ക് നമ്മളൊരു ഹോളിവുഡ് ഫിലിം കാണുന്ന അതേ ഒരു പ്രതീതിയിൽ ഈ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ പുരാണങ്ങളും ഇന്നത്തെ ടെക്നോളജി എല്ലാം മെർജ് ചെയ്തുകൊണ്ട് വല്ലാത്തൊരു വിഷ്വൽ എഫക്ട്സാണ് മൊത്തത്തിൽ പടം തരുന്നത്. അതുപോലെ തന്നെ കാസ്റ്റിൻ്റെ കാര്യത്തിലായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ആൻഡ് ഭയങ്കര സർപ്രൈസസ് നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആക്കി ഇൻ്റർവെൽ വരെ ഇപ്പം പടം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷം കാണാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ദിശ പട്ടാനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളെങ്കിലും നിങ്ങൾ കാണണം, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. പുള്ളിക്കാരി വന്നൊരു പൊളി വിളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഗൈസ്, നമ്മളിപ്പോൾ കൽക്കി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, ഇന്ത്യൻ സിനിമയിൽ നമുക്ക് ഏതെങ്കിലും ഫോറിൻ ഫ്രണ്ട്സോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടൊരു ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റിയ ഒരു കിടിലൻ പടമാണ് കൽക്കി. അതുപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റ്, എടുത്തു പറയേണ്ട കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അമിതാഭ് ബച്ചനായാലും കമലഹാസനായാലും പ്രഭാസ് ഈവൻ നമ്മൾ മലയാളത്തിൽ നമ്മൾ എന്തുകൊണ്ട് ശോഭന മാമിനെ പോലത്തെ ആൾക്കാരെ യൂസ് ചെയ്യാത്തതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി പെർഫോമൻസാണ് ഇവരുടെ എല്ലാവരുടെയും. അഭിനയിച്ച എല്ലാവരും ലൈക്ക് അന്നാബെന്നാണെങ്കിലും ഇതിനിടയ്ക്ക് രാം ഗോപാൽ വർമ്മ വരുന്നുണ്ട്. അതുപോലെ തന്നെ SS രാജ്മൗലി വരുന്നുണ്ട്. ലൈക്ക് അങ്ങനത്തെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാസ്റ്റുകളും കൊണ്ടിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പടമാണിത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാസ്റ്റായിരുന്നു ദുൽഖർ സൽമാൻ്റെയും വിജയ് ദേവരകൊണ്ടയുടെയും. രണ്ടുപേരും എന്താ പറയുക, അർഹിക്കുന്ന തരത്തിലുള്ള റോൾസ് തന്നെയാണ് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ളത്. ഒരു ക്യാമിയോ എന്ന് പറഞ്ഞാൽ ഒതുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ രണ്ടുപേരും അവരെ ഏൽപ്പിച്ച റോൾസ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ VFXും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാ വർക്ക്സും അത്ര അത്ര ക്ലിയർ ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കുറ്റം പറയാനായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും അതിലില്ല. പിന്നെ ലാഗോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. മഹാഭാരതവും അല്ലെങ്കിൽ ഇന്നത്തെ കറണ്ട് ടെക്നോളജിയായിട്ട് കണക്റ്റഡായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇവർ ചെയ്ത ഒരു സാധനം നമുക്ക് ധൈര്യമായിട്ട്, അതായത് ഒരു ഫാമിലി ആയിട്ടോ കിഡ്സിനോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രായപരിധിയോ കാര്യങ്ങളോ അങ്ങനെ ഒരിതുമില്ല. ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഇതിൽ വേറെ വലിയ സംഭവമോ കാര്യങ്ങളൊന്നുമില്ല. വളരെ മികച്ചൊരു സിനിമയായിരുന്നു. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് കാണണം. ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, ഒരു കുഴപ്പമില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ നാഗാശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ഇത് പുള്ളിയുടെ സെക്കൻഡ് പടമാണെന്ന് പറയുന്നു. ഇനിയും പുള്ളിയിൽ നിന്ന് നമുക്ക് കുറേ മേജറായിട്ടുള്ള എന്താ പറയുക, ഈ കൽക്കി യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് സിനിമകൾ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു യൂണിവേഴ്സ് പറഞ്ഞാണ് ഈ കഥ നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുമായിട്ട് വീണ്ടും കാണാം. ബൈ.